ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു വൻ ശക്തി അയച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളോട് ഒരുപാട് ഇമോഷണൽ മറച്ച് വെക്കുന്നു, ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിയാണ് ഇവിടെ കൂടുതലും പ്രധാനമായിട്ട് കാണിക്കുന്നത്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ നേർക്ക് നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികൾ, ചില ദേഷ്യങ്ങൾ, ചില കോപങ്ങളൊക്കെ. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളോട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളോട് റൂഡ് ബിഹേവിയർ കാണിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. സ്നേഹമെന്നും ഇപ്പോൾ കാണിക്കാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവും ഇവിടെ നോക്കിയാൽ പെൻഡിക്കിൾ വന്നിട്ടുണ്ട്, കപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ സോഡ്, വാണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. അത് നേടിയെടുത്തേ പറ്റൂ എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ ഉറച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയതാണ്. ആ നഷ്ടപ്പെട്ടതിൻ്റെ മുമ്പിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ നിൽക്കുന്നു. ഓക്കെ, ഇമോഷണലായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളൊരു മനസ്സോടുകൂടി നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്? ചില വ്യക്തികൾ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. ആ ബൗണ്ടറി നിങ്ങളിൽ നിന്ന് മാറണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ബ്ലോക്കേജാണ്. എന്ത് കാര്യത്തിലും മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ തടസ്സങ്ങളെന്നും ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ കൊണ്ട് നടക്കുന്നു. സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. കുറച്ച് സമാധാനം, ഒരു ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വേണ്ടി ചെയ്തിരുന്നാൽ തന്നെയും വീണ്ടും അത് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷനുകളും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഏത് വഴി പോകണം, എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, വിജയം എങ്ങനെ വരും, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ ഒന്നിലധികം കാര്യങ്ങളാൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നു. ഒന്നിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ഇവിടെ അടഞ്ഞ കപ്പിനെയാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്നുമുള്ള ഒരു അനുഗ്രഹം എപ്പോഴാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്, അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷനും പ്രാർത്ഥനയുമായി കാത്തിരിക്കുന്നു. ഇപ്പോഴും ആ കപ്പ് അടഞ്ഞു തന്നെ ഇരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വാതിൽ തുറക്കുന്നത് എന്ന് കാത്ത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ചില പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ഒരു മാറ്റം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 1 4 13 4 7 7. ഓക്കെ,
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? മദർ യൂണിവേഴ്സ്. സക്സസ് ആണ് എൻ്റെ വ്യൂവേഴ്സ്. സക്സസ്സിന് ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു. അത് ജോലിയാകാം, ഇവിടെ നോക്കിയാൽ സാമ്പത്തികമാകാം, ജോലിയാകാം, ഇമോഷണലായിട്ടുള്ള നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാകാം, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാകാം, എന്തെങ്കിലും ജോലി സ്ഥാന കയറ്റത്തിനാകാം, അല്ലെങ്കിൽ ചില ജോലികൾ നേടിയെടുക്കുന്നതിനാകാം, മാനസിക ധൈര്യത്തിനാകാം. ചില സക്സസ് ആണ്, ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ വന്നിരിക്കുന്നത്? ഇവിടെ എംപറർ വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണർ ഒരു പക്ഷേ വിദേശത്താണെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് കടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സ്നേഹവും കെയറിങ്ങും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഒരു സക്സസ്സിലേക്ക് കടന്നു വരണം, അതിലൊരു സെലിബ്രേഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ചില വ്യക്തികൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. ആ ബൗണ്ടറികളെല്ലാം മാറണം. അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, നിങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടും? സാഹചര്യം ഇങ്ങനെ ആണല്ലോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ആയിട്ട് ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു മാനസിക അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തെടുക്കണമെന്നറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല, എങ്ങനെയാണ് അഫർമേഷൻ എന്നറിയത്തില്ല. ഒന്നിലധികം പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഓവറോൾ എനർജി ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇവിടെ വളരെ മാനസിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് പെയിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും അവരുടെ രൂപമാറ്റം നടത്തുന്നുണ്ട്. അവർ ചില ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ നിങ്ങളുടെ മുന്നിൽ അവർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ മുഖം എന്ത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു. ചില നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ചില മറുപടിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ അവസാനിപ്പിക്കണമോ? കാരണം നിങ്ങൾ വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ബിസിനസ് പരമായിട്ടായിരിക്കാം. നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ സാമ്പത്തികവും കൊണ്ട് പോയിരിക്കുന്ന വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വന്ന് അതങ്ങനെ സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മൈൻഡ് ഗെയിം ചെയ്ത് നിങ്ങളിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഇനി വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നു. അത് ജോലി സംബന്ധമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളെ ചതിച്ച് പോയിരിക്കുന്ന വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഓവറോൾ എനർജിയിൽ കാണുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്ന കാര്യവും നിങ്ങൾക്ക് റെസനേറ്റ് ആകും.
പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ കിട്ടിയ ഈ എനർജിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ വ്യൂസിനോട് പ്രപഞ്ചശക്തി പറയുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. അടഞ്ഞ ഒരു കപ്പല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് 9 കപ്പാണ് നിങ്ങൾക്ക് തുറക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 9, 2, 3, 14, 5, 8. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ തളർന്നു പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മെച്യൂരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ കാരണം ചില വ്യക്തികളിലൂടെ ചില മെസ്സേജുകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നിങ്ങളുമായിട്ടുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്ക് ചില സ്ട്രെങ്ത് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കൂടുതൽ മെച്യൂരിറ്റി എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, 25 വർഷമായിട്ട് അവരുടെ പാർട്ട്ണർ അവരുടെ ലൈഫിൽ നിന്നും പോയി മറ്റൊരു സ്ത്രീയുമായിട്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഞാനിപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദൈവത്തോട് ഒരു അപേക്ഷ അല്ലെങ്കിൽ ആ ഒരു ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വിട്ടുപോയതിന് ശേഷവും നമ്മൾ അതുപോലെ 25 വർഷം എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ് ആ ഒരു വ്യക്തി വേസ്റ്റാക്കി കളഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അവരെ വേണ്ടാതെ അവരെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു ജന്മത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ കൈ പിടിച്ച് നടത്തത്തില്ല അല്ലേ? നമുക്ക് നല്ലൊരു തലച്ചോറ് തന്നിരിക്കുന്നു, നല്ല ബുദ്ധി തന്നിരിക്കുന്നു. അപ്പം അത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് മെച്യൂരിറ്റി ഇല്ലാത്തവരെ പോലെ നമ്മൾ ആയിത്തീരരുത്. മെച്യൂരിറ്റി ഉള്ള വ്യക്തിയായി മാറുക. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അഥവാ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല സൈനുകളും തരും. പല വ്യക്തികളിൽ കൂടിയും നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ആ ഒരു ചിന്ത കൊണ്ടുവരുന്നതിന് വേണ്ടി, നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പല പ്രാവശ്യം ഇടപെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ജന്മത്തെ നശിപ്പിക്കുന്നതിന് കാരണമാകും. ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ അതിന് കാരണമാകുന്നില്ല. അവരുടെ 25 വർഷവും സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ജന്മം ആഘോഷിച്ച് തീർക്കുന്നത്. എന്നാൽ നിങ്ങളോ ആ ഒരു 25 വർഷവും നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് മെച്യൂരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജുകൾ തന്നിരുന്നു, അല്ലെങ്കിൽ ഇനിയും തന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും നമ്മൾ ചില പാഠങ്ങൾ പഠിക്കണം. എന്നിട്ട് നമുക്ക് സ്ട്രെങ്ത് വേണം. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഒരു ജന്മമുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെ ഒരു ജന്മം ഉണ്ടായെങ്കിൽ പോലും നമുക്കത് ആസ്വദിക്കുവാൻ, ഈ ഒരു ഇന്ന് കഷ്ടപ്പെടുന്നത് അടുത്ത ജന്മത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് ചിന്തിച്ചാൽ പോലും അതിന് യാതൊരു ഓർമ്മ പോലും നമുക്ക് കാണില്ല. അപ്പം നമുക്ക് ഈ കിട്ടിയ ഈ ജന്മത്തിൽ നമ്മൾ സന്തോഷിക്കാനുള്ളതെല്ലാം സന്തോഷിച്ച് നമുക്ക് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക, മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചില വിഡ്ഢികളായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട യൂണിവേഴ്സ് നമ്മളുടെ മുന്നിൽ ചില സാഹചര്യങ്ങളാണ് ഓപ്പൺ ആക്കി തരുന്നത്. ചില വാതിലുകൾ ഓപ്പൺ ആക്കി തരും. നമ്മൾ ആ വാതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു വാതിലിലേക്ക് നമ്മൾ കടന്നു പോകാതെ ദൈവം നമ്മൾ വീണ്ടും ഇനിയും എനിക്ക് വേണ്ടി ഒരു അവസരം വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മളതിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഒരു സമയം വീണ്ടും കിട്ടത്തില്ല അല്ലേ? അപ്പോൾ അതുപോലെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മുടെ മുന്നിൽ പലപ്പോഴും യൂണിവേഴ്സ് അബൻഡൻസുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ജ്ഞാനം നമുക്ക് പഠിക്കാനുള്ള സമയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ നമ്മൾ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പം ചില വ്യക്തികൾ ഇപ്പോഴും ചിന്തിക്കുന്നു, പഠിക്കാൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചില്ല, അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന്
നല്ല രീതിയിൽ പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഓപ്പൺ ആയിരിക്കുന്ന വാതിലുകളിൽ നമ്മൾ പോയില്ല, കടന്നു കയറിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ ഒരു പക്ഷേ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ അബണ്ടൻസുകൾ തുറക്കാറുണ്ട്. ഓക്കെ, വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാറുണ്ട്. പക്ഷേ അതൊന്നും കാണാതെ നമ്മൾ മുന്നോട്ട് നമ്മളുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നു. പ്രപഞ്ചശക്തി പല സൈനുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ സീറോയല്ല ഹീറോയായി മാറുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, അബണ്ടൻസ് ആണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സ്ട്രെങ്ത് വന്നു ചേരാൻ പോകുന്നു. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സന്തോഷമാണ് വന്നു ചേരുന്നത്. ഒരു നെഗറ്റീവ് കാർഡും എൻ്റെ വ്യൂസിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം പോസിറ്റീവ് കാർഡും ഇവിടെ മേജർ ആർക്കാന കാർഡ്സാണ് വന്നിരിക്കുന്നത്. 1, 2, 3 മേജർ ആർക്കാന കാർഡാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, തങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ചില ചെന്നായ്ക്കളുണ്ട്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സ്നേഹം സത്യമായിരിക്കും. ആ സ്നേഹത്തെ ചില വ്യക്തികൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ കരഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ചീറ്റിങ് സംഭവിച്ചിട്ടും ഒന്നും അറിയാതെ ചില വിഡ്ഢികളെ പോലെ നിങ്ങളുടെ സാമ്പത്തികമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും കുഴിയിൽ വീണ്ടും അവർ പറയുന്ന ചില കാര്യങ്ങളിൽ വിശ്വസിക്കും, വീണ്ടും വീഴും, പിന്നും അവർ പറയും, അത് വിശ്വസിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും മാനസികമായിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിലും എല്ലാം നശിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് തന്നെയാണ് ചില ചെന്നായ്ക്കളുടെ തോലുകളെ പുറത്ത് കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് വേദനയിലൂടെ കടത്തിവിടും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്? നിങ്ങളെ ഈ ഒരു കുഴിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ എംപ്രസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളെ വളരെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളെ സ്ട്രെങ്തോടു കൂടി ഉയർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യൂണിവേഴ്സ് ഇത് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് പല വ്യക്തികൾക്കും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരുക്കുന്നത്. അപ്പം നിങ്ങൾ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ സ്ട്രെങ്ത് എടുക്കേണ്ട വ്യക്തിയാണ്. അപ്പം മറ്റൊരാൾ പറയുന്നത് കേട്ട് കരഞ്ഞ് നിരന്തരം കുഴികളിൽ വീഴുകയും വീണ്ടും എഴുന്നേൽക്കുകയും വീണ്ടും കുഴികളിൽ വീഴുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല. ചില ബോധത്തോടു കൂടി ഒരു മെച്യൂരിറ്റിയോടുകൂടി പെരുമാറേണ്ട വ്യക്തിയാണ്. പലപ്പോഴും കുഴികളിൽ വീണ് നമ്മുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുത്തി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. ഓക്കെ, അതുപോലെ തന്നെ ചെന്നായ്ക്കളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് സ്നേഹം കാണിച്ച് ആട്ടിൻ തോലിട്ട ചില വ്യക്തികളുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി അത് ശരിയോ തെറ്റോ, ഞാൻ വിശ്വസിക്കുന്നു, ആ വ്യക്തിയെ വിശ്വസിക്കുന്നു, ആ വ്യക്തി എന്നെ ചതിച്ചു, മറ്റൊരു വ്യക്തിയോടൊപ്പം പോയി, എന്നിട്ടും ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് ശക്തമായ അഫർമേഷനിലൂടെ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ അത് ടോക്സിക് ആണെങ്കിൽ, നല്ലൊരു വ്യക്തിയാണ്, ചില ബ്ലാക്ക് മാജിക് ഒക്കെ കൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ മറ്റൊരു വ്യക്തി കൊണ്ടുപോയതെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി അഫർമേഷനോടുകൂടി തിരിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അല്ലാതെ മനഃപൂർവ്വമായി നിങ്ങളെ ഫൂളാക്കിക്കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തെ അപഹരിച്ചുകൊണ്ട് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആക്കത്തില്ല, ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ചില ആട്ടിൻതോളിട്ട ചെന്നായ്ക്കൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ അതിനെ നിങ്ങൾ അവസാനിപ്പിക്കുക, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി നിൽപ്പുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സക്സസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ഉയർന്നു വരില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നു, നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നു. നിങ്ങൾ കുറേ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രകാശിക്കാൻ പോകുന്നു. ഓക്കെ, അത് പ്രകാശിക്കാതിരിക്കുന്നതിന് വേണ്ടി പലരും നിങ്ങളെ അതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡീമോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളെ തളർത്തി നിർത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഉദിക്കുവാൻ സാധിക്കാതെ പല ബന്ധനങ്ങളിലായിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ജീവിത അനുഭവം കൊണ്ട് തന്നെ നിങ്ങളെ ഒരു സ്ട്രെങ്ത് ആക്കി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു. അത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള സ്ഥാനമാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാനമാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില നെഗറ്റിവിറ്റീസിനെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റുകയാണ്. ചില വ്യക്തികളിൽ നിന്നും നിങ്ങളെ ദൂരത്തേക്ക് യൂണിവേഴ്സ് കൊണ്ടുപോകുകയാണ്. നിങ്ങളിലേക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെ യൂണിവേഴ്സ് മാറ്റുകയാണ്. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ യൂണിവേഴ്സ് മാറ്റുകയാണ്. നിങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിരാശയെ യൂണിവേഴ്സ് എടുത്ത് മാറ്റുകയാണ്. കാരണം ഇവിടെ ശക്തിയാണ് കടന്നു വരുന്നത്. പ്രപഞ്ചശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കുന്നതായി കാണുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ശക്തമായ ഒരു എനർജി നിങ്ങളെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്കൊരു ഭയങ്കരമായിട്ടുള്ള, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പവർ ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന പല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമാണോ, അത് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ബന്ധനമാണോ, അത് നിങ്ങൾക്ക് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നം തന്നെയാണെങ്കിലും അതിനെ പൊട്ടിച്ചെറിയിക്കുവാനുള്ള ശക്തിയാണ്, സ്ട്രെങ്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, പ്രപഞ്ചശക്തി അയക്കുന്ന ഒരു മാനസിക ബലമാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ, നിങ്ങൾ സിറ്റുവേഷനിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ നിങ്ങൾ തളർന്നു നിൽക്കുന്ന ചില സിറ്റുവേഷൻ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നല്ലോ. ഒരു കുടുംബത്തിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് അവർക്കൊരു സമാധാനം, ഒരു പ്രതീക്ഷ കൊടുക്കാനെങ്കിലും ഈ ഒരു എനർജി, ഈ ഒരു റീഡിംഗ് എങ്കിലും ആ വ്യക്തിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിച്ചു പോയിരുന്നു. ആ ഒരു വ്യക്തി നഷ്ടപ്പെടാതെ വണ്ണം സൂക്ഷിക്കുവാൻ പ്രപഞ്ചശക്തി ഇതിന് ഇടയാക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിന് അനുവാദം കിട്ടിയില്ല. ഓക്കെ, അപ്പം പ്രപഞ്ചശക്തിക്ക് ഒരു വ്യക്തിയെ രക്ഷിക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു റീഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തും. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആ ഒരു ഒറ്റ സെക്കൻഡിൽ അവരിൽ നിന്ന് ആ ഒരു ചിന്ത മാറിക്കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് അവർ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഓക്കെ, അപ്പം നോക്കണം, എന്ത് പ്രതികൂല സാഹചര്യമാണോ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ മനസ്സ് തളർന്നു പോയാൽ സർവ്വതും തളർന്നു ഇല്ലേ. നമുക്ക് സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ പിടി, മാനസിക അവസ്ഥ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചശക്തി നിങ്ങളെ, ആ ഒരു കർമ്മ വരുന്ന സമയത്ത് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശബ്ദത്തെ യൂണിവേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങളെല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. അഫർമേഷനാണ്, നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ ഒരിക്കലും ടെൻഷനായി തീരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾ മനസ്സ് തകർന്നു പോകരുത്. ദൈവത്തിനോട് കുറച്ച് നേരമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനത്തോട് അല്പനേരം ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. നിങ്ങൾ ഈ കാർഡ്സ് സെലക്ട് ചെയ്യുക. 1 2 3. ഓക്കെ, ഇവിടെ 3 കാർഡുണ്ട്. 1 2 3. ഓക്കെ, അപ്പോൾ 3 കാർഡ് മറച്ചു വെച്ചിരിക്കുന്നതിന് കാരണം അതിൻ്റെ 2 സൈഡും എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. 1 2 3 ഏത് കാർഡാണെന്ന് നിങ്ങൾ
സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അവസാനം മൂന്നാമത്തെ കാർഡാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ത്രീ കാർഡാണ് ആദ്യം എടുക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ്. ഓക്കെ, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലെ ദൈവം ഒരു ദോഷവും തട്ടാത്ത വണ്ണം നിങ്ങളെ പരിപാലിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടത്, ആ അപമാനിക്കപ്പെട്ടതിൻ്റെ ഇരട്ടി അനുഗ്രഹം നിങ്ങളെ തേടി എത്തുമെന്നാണ് പ്രപഞ്ചശക്തി. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ 2 മെസ്സേജാണ് നിങ്ങൾക്കുള്ളത്. ഒരു ദോഷവും നിങ്ങൾക്ക് തട്ടാത്ത വണ്ണം നിങ്ങളുടെ ദൈവം നിങ്ങളെ പരിപാലിക്കും. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള അപമാനത്തിനും നാണക്കേടിനും അപമാനത്തിനും പകരം നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം നിങ്ങളെ തേടി എത്തുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കാണ്. 2 അപ്പം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. ഇപ്പോൾ വരുന്ന ആ കഷ്ടത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ ശത്രുക്കൾ കാണുകയാണ്. ഓക്കെ, നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ തന്നെ നിങ്ങളെ ഏറ്റവും വലിയ ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അപമാനം വരാൻ അനുവദിക്കത്തില്ല. അപ്പം നിങ്ങളുടെ ആരുടെ മുമ്പിലാണോ നിങ്ങളെ അപമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് നാണം കെട്ട് നിൽക്കുന്നത് ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ തന്നെ യൂണിവേഴ്സ് ഏറ്റവും വലിയവനാക്കി തീരുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.